എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ഈ ചാനൽ പ്രിലിംസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്തുന്നത്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരം പറഞ്ഞു പോവുക എന്നതിലുപരി നമ്മളിവിടെ അതിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് കൂടി ഡിസ്കസ് ചെയ്യും. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. ഈ രീതിയിൽ പഠിച്ചാൽ ഉറപ്പായും പ്രിലിംസ് നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ ഇതിൽ റിവിഷൻ കൂടി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോഴത്തേക്കും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ റിവിഷൻ കൂടി നടത്തി പോകും. നമുക്കിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം അന്നത്തെ കറണ്ട് അഫെയേഴ്സാണ്. അതിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ സി ആണ്, നീരജ് ചോപ്രയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്. ഓപ്ഷൻ ബി ആണ്, 2019. 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി ആണ്, പി വത്സലയാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2024 NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി ആണ്, 15ാമത് നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. ഓപ്ഷൻ ബി ആണ്, EOS-04 ആണ് 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ ആണ്, കെ കസ്തൂരിരംഗനാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ഓപ്ഷൻ ഡി ആണ്, താലോലമാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി. അതിലെ ബാക്കിയുള്ള ഓപ്ഷൻസിൽ അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആശ്വാസകിരണം എന്ന് വെച്ചാൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. സമാശ്വാസം എന്നാൽ വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? അത് ഓപ്ഷനിൽ ആൻസർ ഇല്ല. ആൻസർ KP കുമാരൻ എന്നാണ് 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രനാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് TV ചന്ദ്രനാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്ത്. ഓപ്ഷൻ ബി ആണ്, നൂൽപ്പുഴ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ ബി ആണ്, ഉത്തരമഹാസമതലം. അതിൽ ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകത എന്താ? ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. അപ്പോൾ ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. 13ാമത്തെ ക്വസ്റ്റ്യൻ, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഓപ്ഷൻ ഡി ആണ്, പരുത്തി.
പരുത്തി കൃഷിക്കാണ് കറുത്ത മണ്ണ് ഏറ്റവും അനുയോജ്യം. നെല്ല്, ഗോതമ്പ് എന്നിവയ്ക്ക് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. നെല്ലിന്, ഗോതമ്പിന് എക്കൽ മണ്ണ്. റബ്ബറിന് ലാറ്ററൈറ്റ് മണ്ണാണ് അനുയോജ്യമായത്. റബ്ബറിന് ലാറ്ററൈറ്റ് മണ്ണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മേഘാലയ. ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. 2024 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയമാണ് മോൺട്രിയാൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻസ്. മോൺട്രിയാൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻസ് എന്നതാണ് 2024 ഓസോൺ ദിനത്തിൻ്റെ തീം. ജൂൺ 5 എന്ന് പറഞ്ഞാൽ ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. 16ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മണികരൺ. മണികരണാണ് ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. 17ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ്, അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം. കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ സി ആണ്, സോജില. സോജില ചുരമാണ് ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുരങ്ങളെല്ലാം ഒരു കോഡിലൂടെ നമുക്ക് പറയാം. ഇപ്പോൾ ഓപ്ഷൻസും എല്ലാം നമുക്ക് പറയാം. അപ്പോൾ കാർഗിൽ, ശ്രീനഗർ. കാർഗിൽ, ശ്രീനഗർ. അപ്പോൾ സോജില എന്ന പെൺകുട്ടിക്ക് കർഷകശ്രീ അവാർഡ് ലഭിച്ചു എന്ന് ഓർക്കുക. അപ്പോൾ കാർഗിൽ, ശ്രീനഗർ, അതിന് കർഷകശ്രീ എന്നും നമ്മൾ കണക്ട് ചെയ്യാം. സോജില എന്ന പെൺകുട്ടിക്ക് കർഷകശ്രീ അവാർഡ് ലഭിച്ചു. അപ്പോൾ കാർഗിൽ, ശ്രീനഗർ എന്നിവയെ ബന്ധിപ്പിക്കുന്നത് സോജില. കാർഗിൽ, ശ്രീനഗർ, സോജില. ഇനി ഷിപ്കില. ഷിപ്കില എന്ന് പറയുമ്പോൾ നമുക്ക് ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരാം ടൈറ്റാനിക് ആണല്ലേ. അപ്പോൾ ടൈറ്റാനിക് തകർന്നത് എങ്ങനെയാണ്? ഒരു ഹിമാനിയിൽ ഇടിച്ചിട്ടാണ് ടൈറ്റാനിക് തകർന്നത്. അപ്പോൾ നമുക്ക് ഓർക്കാം, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില. അപ്പോൾ ഹിമാനി എന്നുള്ളത് ഹിമാചൽ പ്രദേശും ടൈറ്റാനിക് എന്നുള്ളത് ടിബറ്റ്, അങ്ങനെ. അപ്പോൾ ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഇനി ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. ലിപ്പ് കൊണ്ടാണ് നമ്മൾ ഉത്തരം പറയുന്നതും ലിപ്പ് കൊണ്ടാണ് നമ്മൾ ടീ കുടിക്കുന്നതും. അപ്പോൾ ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇനി നദുല ചുരം എന്ന് പറഞ്ഞാൽ സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. നദുല ചുരം. അപ്പം നദുല സിറ്റി എന്ന് ഓർക്കാം. നദുല സിറ്റി, സിക്കിം, ടിബറ്റ്. നദുല സിറ്റി. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനാണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഓപ്ഷൻ എ ആണ്, ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫ്. റാബി വിളയാണെങ്കിൽ നവംബർ മുതൽ മാർച്ച് വരെയാണ് റാബി വിള. നവംബർ മുതൽ മാർച്ച് വരെ റാബി വിള. സെയ്ദ് ആണെങ്കിലോ മാർച്ച് മുതൽ ജൂൺ വരെ സെയ്ദ്. അപ്പോൾ ഖാരിഫ്, റാബി, സെയ്ദ്. അതിൽ ഖാരിഫ് ജൂൺ മുതൽ നവംബർ വരെ, റാബി ആണെങ്കിൽ നവംബർ മുതൽ മാർച്ച് വരെ, സെയ്ദ് ആണെങ്കിൽ മാർച്ച് മുതൽ ജൂൺ വരെ. അങ്ങനെ ഓർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 20. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ഓപ്ഷൻ ബി ആണ്, നാഷണൽ വാട്ടർവേ 2 ആണ് ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത. നമുക്കൊരു കോഡിട്ട് പഠിക്കാം. നാഷണൽ വാട്ടർവേ 1 അങ്ങനെ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പൊക്കെ നടക്കുന്നൊരു ഫംഗ്ഷനാണ് ഹൽദി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹൽദി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഷാദി നടക്കുന്നത്. ഷാദി നടക്കുന്നതിനിടയിൽ ഒരു കൊല നടക്കുന്നതെന്ന് കരുതാം. അപ്പോൾ ആ കൊല നടക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കിയിട്ട് പോലീസുകാർ വരും അവിടെ. അപ്പോൾ നമ്മൾക്ക് ആലോചിക്കാം. അപ്പോൾ ഹൽദി ആദ്യം, ഷാദി, പിന്നെ കൊല, പിന്നെ കാക്കിയിട്ട് പോലീസുകാർ വന്നു. അത് ഓർത്തിരിക്കാം. അപ്പോൾ നാഷണൽ വാട്ടർവേ 1 എങ്ങനെയാണ്? അലഹബാദ് മുതൽ ഹാൽദി വരെയാണ് നാഷണൽ വാട്ടർവേ 1 യോജിപ്പിക്കുന്നത്. അപ്പം ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ നാഷണൽ വാട്ടർവേ 1 അലഹബാദ് മുതൽ ഹാൽദി വരെയാണ്. അപ്പോൾ നമുക്ക് ഹൽദി എന്നുള്ളതാണ് നമ്മൾ ഈ ഹാൽദിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ സാദിയ
ടു ധുബ്രിയാണ് നാഷണൽ വാട്ടർ വേ 2. അവിടെയാണ് നമ്മൾ ഈ സാദിയ എന്നുള്ളതാണ് നമ്മൾ ഷാദിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ വാട്ടർ വേ 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, നാഷണൽ വാട്ടർ വേ 2 സാദിയ മുതൽ ധുബ്രി വരെ. ഇനി നാഷണൽ വാട്ടർ വേ 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. അവിടെയാണ് നമ്മൾ ഈ കൊല്ലത്തിനാണ് നമ്മൾ കൊലയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് നാഷണൽ വാട്ടർ വേ 3. നാഷണൽ വാട്ടർ വേ 4 കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. അവിടെയാണ് കാക്കിയിട്ട് പോലീസുകാർ വരുന്നു പറഞ്ഞില്ലേ, അത് നമ്മൾ 4 ആയിട്ടാണ്. അതായത് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. അപ്പോൾ വാട്ടർ വേ 1 നാഷണൽ വാട്ടർ വേ 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, 2 സാദിയ മുതൽ ധുബ്രി വരെ, 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ, 4 കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.